എനിക്ക് നാളെ അത്യാവശ്യമായി നാട്ടിലെത്തണം. ഞാൻ എൻ്റെ സൂപ്പർവൈസറോട് ഇന്ന് ഉച്ചയ്ക്ക് ലീവ് ചോദിച്ചപ്പോൾ എൻ്റെ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞത് ഇപ്പോൾ സ്റ്റാഫ് ഷോർട്ടേജ് ആണ്. ഹായ് ഫ്രണ്ട്സ്, അതിനേക്കാൾ വലുത് അല്ല അതുക്കും മേലെ എന്താണെന്നല്ലേ ഇൻവേർഷൻ തിങ്കിങ്. ഒരു പുതിയ തോട്ട് പ്രോസസ് ആണിത്. സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് പോസിറ്റീവ് തിങ്കിങ് ആണ്. ഈ പോസിറ്റീവ് തിങ്കിങ് നല്ലൊരു അപ്രോച്ച് തന്നെ ആണെങ്കിലും കൂടി എല്ലാ സിറ്റുവേഷനിലും ചിലപ്പം അത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. അതിന്റെ റീസൺ മറ്റൊന്നുമല്ല, ചില സമയത്ത് നമ്മൾ ഒരു കാര്യത്തെ പോസിറ്റീവായി സമീപിക്കുന്നതിലൂടെ അതിന്റെ ഓപ്പോസിറ്റിൽ ഉണ്ടാവുന്ന വ്യക്തികളോ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റിലോ നമുക്ക് ചില ഹാംഫുൾ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെ നമുക്ക് മറികടക്കാനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള തോട്ട് പ്രോസസ്സാണ് ഇൻവേർഷൻ തിങ്കിങ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് രണ്ട് പ്രോസസ്സുകളാണുള്ളത്. ഒന്ന് പോസിറ്റീവ് അപ്രോച്ച് ആൻഡ് നെഗറ്റീവ് തിങ്കിങ്. നെഗറ്റീവ് അപ്രോച്ച് ഒരു കാര്യം വരുമ്പോൾ എന്തിനേയും ആത്മാർത്ഥമായി കോൺഫിഡൻറ്റോടുകൂടി പോസിറ്റീവായി നേരിടുക എന്നുള്ളതാണ് പോസിറ്റീവ് തിങ്കിങ്. രണ്ടാമത്തെ ഒരു കാര്യം അതിനെ നെഗറ്റീവായിട്ട് കാണുക. ഏതൊരു വിഷയത്തെയും നെഗറ്റീവായി കാണുന്ന ആളുകളുണ്ട്. ഈ രണ്ട് രീതിയിലാണ് നമുക്ക് സമീപിക്കാവുന്നത്. അതിനേക്കാളും വലിയ ഒരു സൂത്രം നമ്മുടെ മുന്നിലുണ്ട്, അതാണ് ഇൻവേർഷൻ തിങ്കിങ്. ചില സാഹചര്യത്തിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് നാളെ അത്യാവശ്യമായി നാട്ടിലെത്തണം. ഞാൻ എൻ്റെ സൂപ്പർവൈസറോട് ഇന്ന് ഉച്ചയ്ക്ക് ലീവ് ചോദിച്ചപ്പോൾ എൻ്റെ സൂപ്പർവൈസർ എന്നോട് മറുപടി പറഞ്ഞത് ഇപ്പോൾ നിനക്ക് ലീവ് തരാൻ പറ്റില്ല, കാരണം കമ്പനിയുടെ സിറ്റുവേഷൻ വളരെ ബാഡാണ്. ഓക്കെ, നമുക്ക് സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് നോട്ടീസിൽ നിനക്ക് ലീവ് തരാൻ പറ്റില്ല. യു ഷുഡ് ഹാവ് അപ്ലൈഡ് അറ്റ്ലീസ്റ്റ് 1 വീക്ക് ഏർലിയർ. ഒരു ആഴ്ച മുന്നേ എങ്കിലും അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ലീവ് തരാൻ പറ്റുള്ളൂ എന്ന് സൂപ്പർവൈസർ പറയാണ്. ഞാൻ എങ്ങനെ സൂപ്പർവൈസറോട് കാര്യങ്ങൾ പറഞ്ഞിട്ടും അദ്ദേഹം അത് സമ്മതിക്കുന്നില്ല. ഫൈനലി ഞാൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയിരുന്നു. പക്ഷേ എൻ്റെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് കാണുന്നു. എനിക്ക് നാട്ടിലെത്തേണ്ടത് അത്യാവശ്യമാണ്, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇനി ലീവ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ പോവും എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തണം. സൂപ്പർവൈസറുടെ മുകളിൽ ഒരു ഓഫീസറുണ്ട്. അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കമ്പനിയുടെ MD-യുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വേയിലൂടെ ഞാൻ അതിനെ സമീപിച്ചുകൊണ്ട് ഞാൻ ലീവ് നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണ് എൻ്റെ പോസിറ്റീവ് തോട്ട്. എങ്ങനെയെങ്കിലും ഞാനൊരു ലീവ് നേടിയെടുക്കും, എന്നിട്ട് ഞാൻ ഈ ഒരു കാര്യം ചെന്ന് പൂർത്തിയാക്കും. ഓക്കെ, പക്ഷെ അതിനൊരു നെഗറ്റീവ് സൈഡുണ്ട്. നമ്മളിത് ഏറ്റെടുക്കുന്നതോടുകൂടി നമുക്ക് വരാവുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. എൻ്റെ സൂപ്പർവൈസർ അത്യാവശ്യം കമ്പനിയിൽ ഹോൾഡുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നതും കമ്പനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെ നിൽക്കുന്ന എന്നേക്കാൾ എപ്പോഴും വാല്യൂ ഉള്ളതും ഇൻഫ്ലുവൻസ് ഉള്ള ആളുമാണ് എൻ്റെ സൂപ്പർവൈസർ. അദ്ദേഹത്തെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ പോകുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അദ്ദേഹം അത് ക്ലിയർ ആയിട്ട് അവിടെ നോട്ടിഫൈ ചെയ്യാനും അതിൻ്റെ നെഗറ്റീവ് സൈഡിൽ എനിക്കെതിരെ പല ആക്ഷൻസ് എടുക്കാനും സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഡ്യൂട്ടിയിൽ അത്ര പെർഫോമിംഗ് അല്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റും. എനിക്കെതിരെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ചെയ്യുന്ന വർക്കിലെ അപാകതകൾ കാണിക്കാം. മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ നെഗറ്റീവ് സൈഡ് പറഞ്ഞ് എന്നെ പ്രചരിപ്പിക്കാം. പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അത് ഒരു പക്ഷേ എനിക്ക് ടെർമിനേഷൻ വരെ എത്തിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ എന്ന പോലും, ഒരു കമ്പനിയിലാണെങ്കിലും ജീവിതത്തിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ ഇൻവേർഷൻ തിങ്കിങ് എടുക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഇൻവേർഷൻ തിങ്കിങ് എന്താണ്? നമ്മൾ ആ വിഷയത്തിൽ തല കീഴെ നിന്നിട്ട് മുകളിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് നമ്മൾ ആലോചിക്കുകയാണ്, എന്താണ് ഈ വിഷയത്തിൽ ഈ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയാൽ എനിക്ക് സംഭവിക്കാൻ പോകുന്നത്, എനിക്ക് ഇതിൽ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്. ഒരു പേനയും പേപ്പറും എടുത്ത് ചിന്തിച്ച് നമ്മൾ എഴുതുകയാണ്, എന്തൊക്കെയാണ് ഈ ഒരു അറ്റംപ്റ്റ് ഞാൻ നടത്തുന്നതിലൂടെയുള്ള എനിക്കുള്ള നേട്ടങ്ങൾ. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ, എൻ്റെ സൂപ്പർവൈസറെ ധിക്കരിച്ച് ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കുണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകൾ, കോട്ടങ്ങൾ എന്തൊക്കെയാണ്, നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, അത് ഞാൻ ഓരോന്നായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ലെറ്റ്സ് സേ ഇതിൽ എൻ്റെ സൂപ്പർവൈസർ അത്യാവശ്യം പവർഫുൾ ആണ്, അവർ വളരെ സീരിയസ് ആയിട്ട് അതിനെ സമീപിക്കുന്നതിലൂടെ എനിക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ എനിക്ക് എൻ്റെ ജോലിയിൽ ഡീഗ്രഡേഷനോ അല്ലെങ്കിൽ ടെർമിനേഷനോ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ഇത് നടക്കുന്നതാണോ അല്ല എനിക്കൊരു ചെറിയ താൽക്കാലിക ലാഭനേട്ടത്തിനും വേണ്ടിയിട്ട് ഞാൻ പോകുന്നതാണോ നല്ലത് എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് ഇതിലൊരു കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടുന്നതോടുകൂടി ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ തൽക്കാലം പോകുന്നില്ല, ഈ വിഷയത്തിൽ ഞാൻ പോകുന്നില്ല. നാട്ടിൽ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ തൽക്കാലം ആ ഒരു പ്രോസസ്സ് പോസ്റ്റ്പോൺ ചെയ്യുകയോ ചെയ്തുകൊണ്ട് ഞാൻ ഒരു ഉചിതമായ തീരുമാനം എടുക്കാം.
ഇതാണ് ഇൻവേർഷൻ തിങ്കിങ്. ഇൻവേർഷൻ തിങ്കിങ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ ഫെയിലിയേഴ്സിൽ നിന്ന് നമ്മളെ പ്രിക്കോഷണറി ഇഫക്റ്റോട് കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മുന്നിലൊരു ഫെയിലിയർ നമ്മൾ കാണുകയാണ്, ആ ഫെയിലിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ഷൻസ് എടുക്കുന്നു. അതാണ് ഈ ഇൻവേർഷൻ തിങ്കിങ്ങിലൂടെ നടക്കുന്നത്. നെഗറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തെയും നെഗറ്റീവായിട്ട് സമീപിക്കുകയാണ്. പോസിറ്റീവ് തിങ്ക് പറഞ്ഞാൽ എല്ലാത്തിനെയും പോസിറ്റീവായി സമീപിക്കുകയാണ്. പക്ഷേ ചില സമയങ്ങളിൽ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് നെഗറ്റീവ് തിങ്കിങ്ങിനേക്കാളും കൂടുതൽ, പോസിറ്റീവ് തിങ്കിങ്ങിനേക്കാളും കൂടുതൽ ഇൻവേർഷൻ തിങ്കിങ് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാം. വളരെ നല്ല ഒരു തോട്ട് പ്രോസസ്സാണ്. നിങ്ങൾ ഇവിടെ ഈ മിക്കവാറും ആളുകൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ കരിയറും നമ്മുടെ ബിസിനസ്സും ഒക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനുള്ള കൂടുതൽ ടിപ്സുകളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.